സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വ്ലോഗ് അറ്റ് കൊച്ചു വെളുപ്പാങ്കാലം. കൊച്ചു വെളുപ്പാങ്കാലം എന്ന് പറയാം, സമയം ഇപ്പോൾ 7 മണിയായി. പക്ഷേ നല്ല മഴ കാരണം മൂടി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പം തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ഒരു ഓട്ടമുണ്ട്, അച്ഛനെ വിളിക്കാൻ പോകും. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വ്ലോഗ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ന് അത്യാവശ്യം നല്ല മൂടി അവസ്ഥയാണ്. അത്ര വൈബിൾ ദിവസമൊന്നുമില്ല. നമ്മളെ ബോട്ടിൽ പോകുന്നു. ആദ്യമേ വ്ലോഗ് എടുക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ അതിനു മുമ്പാണ് ഇവൻ വെളിയിലെ പട്ടിയാണെന്ന് ഓടുമായിരുന്നു. അങ്ങനെ ഇതിൻ്റെ പുറകെ പറഞ്ഞ ഓടിയിട്ടാണ് ഇപ്പം വന്ന് ഈ വ്ലോഗ് എടുക്കുന്നത്. ഇതാണ് നായിക്കുന്നത്. ഇവനെ പിടിച്ച് കൂട്ടിക്കെട്ടണം. എന്നിട്ട് ഒരു 7 മണിക്ക് ഒരു 7 കാലങ്ങളിലൊക്കെ ഇറങ്ങണം. ഫ്ലൈറ്റ് ഒരു 10 മണിയാകുമ്പോഴായിരിക്കും വരുന്നത്. സോ ബാക്കി എനിക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ കാപ്പി കുടിച്ചിട്ട് വേണം ബാക്കി പരിപാടിയിലേക്ക് ഇറക്കാൻ. പോലട്ടെ സോ അങ്ങനെ കാപ്പി കുടിക്കാൻ പോകും. കാപ്പിയായിട്ട് അമ്മ രാവിലെ ഇടിയപ്പവും മുട്ടക്കറി. കാരണം ഇനിയിപ്പം മഴയായതുകൊണ്ട് ടാസ്ക് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് വിചാരിച്ചെങ്കിൽ പിന്നെ കാപ്പി കുടിച്ചിട്ട് പോകണം. ഇനി എനിക്ക് കഴി കഴിച്ചെങ്കിൽ കാപ്പി കുടിക്കാൻ പോകും. രാവിലെ തുമ്മൽ തുടങ്ങിയല്ല, കാപ്പി കുടിക്കാൻ. ഓക്കെ ബൈ. അതേപോലെ ഗായ്സ്, ഇവനെ കണ്ടെങ്കിലും ഏതെങ്കിലും സിനിമയ്ക്കകത്ത് റിസംബൻസ് ഉണ്ടെങ്കിൽ പറയണേ, ഞാൻ കറക്റ്റ് ഫുൾ ഫോട്ടോ ഇട്ട് കാണിക്കാം. ഒരു ട്രാൻസാക്ഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് ആണെന്ന് പറഞ്ഞില്ല. വർക്കിംഗ് ആണെങ്കിൽ ഞാൻ അത് കാണിക്കാം. ഓക്കെ, അങ്ങനല്ല നമ്മൾ ഡാഷ് ക്യാം തൽക്കാലത്തേക്ക് ഡാഷ് ക്യാം അത് വാങ്ങിച്ചിട്ടില്ല. ലോങ് പോകുമ്പോൾ ഡാഷ് ക്യാം റെക്കോർഡ് ചെയ്യുന്നത് വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ടങ്ങനെ ഡാഷ് ക്യാം റെക്കോർഡ് ചെയ്ത്. സോ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ എയർപോർട്ടിൽ എത്തി ഇറങ്ങി വീഡിയോ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. ഇപ്പോഴൊരു മഴയ്ക്കൊരു ശമനം വന്നേ. അങ്ങനെ ഇപ്പം റെക്കോർഡ് ചെയ്യുന്നത് തന്നെ റോഡിന് ഭയങ്കര സീനായിരുന്നു, കാണാനും പറ്റില്ലായിരുന്നു. ഇനി ഇത് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇനി അച്ഛൻ വരുന്ന എനിക്ക് ഒന്ന് ഒരു 10 മണിയാകുമ്പോൾ ഞാൻ തോന്നുന്നു. അപ്പോൾ പോയി ഇനി അപ്പോഴത്തേക്ക് ഇനി വിളിക്കാൻ വേണ്ടിയിട്ടുണ്ട് പറഞ്ഞു. ഓക്കെ ശരി, അപ്പോൾ കാണാം. കുഴപ്പമില്ല, എനിക്ക് ഇറങ്ങാൻ പറ്റും. അപ്പം നമ്മളങ്ങനെ എയർപോർട്ടിൽ വന്നു. അപ്പം ഓൾറെഡി ഫ്ലൈറ്റ് ഓൺ ടൈം ആയിരിക്കും. 10 മണി ആയതേ ഉള്ളൂ. എപ്പോഴും അറിയാൻ പറ്റില്ല. പക്ഷേ വണ്ടി കഴിയുന്നൊരു കാര്യമില്ല. ഓൾറെഡി നല്ല പൊടിയായി. ഞാനും ഗിരിങ്ങളെ കഴിയുമായിരുന്നു, പക്ഷേ വലിയ കാര്യമില്ലായിപ്പോയി. പിന്നെ സാറിന് ചിറ്റപ്പൻ വരണമായിരുന്നു. ചിറ്റപ്പൻ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി വന്നില്ല. പിന്നെ അതേപോലെ അതേപോലെ ആണെങ്കിൽ കാർത്തികിൻ്റെ അൺലോക്ക് ചെയ്യാം. നേരത്തെ വ്ലോഗ് കണ്ട കാർത്തികിൻ്റെ ആണെങ്കിൽ ഇന്ന് ഫോൺ ഉണ്ടായിരുന്നു, നത്തിങ്. അപ്പോൾ അവൻ അത് വാങ്ങിക്കുന്നതിൻ്റെ പരമായി അവർ നിൽക്കുവാണ്. ഇനി അവനെ വിളിച്ച് പറഞ്ഞാൽ ഇച്ചിരി ഡെലിവറി വിളിച്ചായിരുന്നു, ഫോൺ എത്താറായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി അച്ഛനിപ്പോൾ പിക്ക് ചെയ്യണം. ഇത് ബാക്കി ഓൺ ടൈമിൽ അങ്ങനെ ഫ്ലൈറ്റ് വന്നു. കണ്ട എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പം കാറൊന്നും അങ്ങോട്ട് പോകണം. അഴുക്കായി ഒന്ന് ഓടിയതല്ല ദിവസം കൊണ്ട്. നമ്മൾ ഭയങ്കര പ്രാർത്ഥന കഴിഞ്ഞപ്പം ആയൂര് ഒരു ഹോട്ടലിൽ കയറി കഴിക്കാനായിട്ട് 5 ബിരിയാണി ഉണ്ട്. ഇനി അതിന് വേണ്ടി എന്തൊരു തിരക്കാകും. ഫ്ലൈറ്റ് ചവിട്ടി പോകണ്ടാതെ നമുക്ക് കയ്യും വേദനിക്കുന്നു. ആണോ? ഇനിയുമുള്ള ആ വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കത്തില്ല. ഇനി അത് ഉപയോഗിക്കില്ല. ഇല്ല, ഞാനത് കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ല. കൈ ആണെങ്കിൽ ഭയങ്കര ട്രൈസെപ്സ് ഭയങ്കര വേദന. ഇങ്ങനെ ഓടിക്കുന്നില്ല അധികം ദൂരമൊന്നും. അതുകൊണ്ട് ഇരുത്താനും കൂടി പോയാൽ 10-15 കിലോമീറ്റർ. ഇപ്പം മൊത്തത്തിൽ 76-77 പോകാം. 140 76 6 ഒരാൾ 18 പറഞ്ഞു, ഒരാൾ 12 ആട്ടോ. ഞാൻ എന്തായാലും ആൾ കൊടുത്താൽ കൂട്ടിയിട്ട്
6 6 എത്ര 16 12 എന്താ അത് കറക്റ്റ് ഉത്തരം താഴെ ആരും കമന്റ് വലിയ കണക്ക് ചർച്ച പോയിട്ട് എനിക്കത് വരുമ്പോൾ കഴിക്കട്ടെ. ഇപ്പൊ തരാം പ്ലീസ്. ഓ ഇതാണ് അപ്പം നത്തിങ് ഫോൺ. ഈ ക്യാമറ ബമ്പർ ഇത് നല്ല ബമ്പുണ്ടല്ലോ. അത് ഇത് കണ്ടോ, ഒരു വളയെടുത്ത് വെച്ചേക്കുന്നുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷയിലെ ബമ്പുണ്ടെന്ന് ഒരു നമ്മള് ജസ്റ്റ് ഞാൻ ചുമ്മാ സോഫ്റ്റ്വെയർ പറ്റി നോക്കിയപ്പം സോഫ്റ്റ്വെയർ 140 MB ഒരു സോഫ്റ്റ്വെയർ ഇറങ്ങുന്നു. എന്തൊക്കെയാണ് ചുരുഷാന്നുണ്ട്, വായിച്ചു നോക്കിയാൽ വലിയ ഇതൊന്നും കാണില്ല. ബഗ് ഫിക്സിംഗ് ആണ് മെയിൻലി. പിന്നെ ഫ്രണ്ട് ക്യാമറയുടെ ബ്ലർ എഫക്റ്റ് അത് തന്നെ പോർട്രേറ്റ് മോഡിൽ ബ്ലർ എഫക്റ്റുകളൊക്കെ ഫിക്സ് ചെയ്യുന്ന ചില സാധനവും അതൊക്കെയാണ്. ഫോൺ നൈസാണ്, വലിയ വെയിറ്റ് ഇല്ല. ഞാൻ S24 അൾട്ര വെച്ച് കമ്പയർ ചെയ്തൊക്കെ ഭയങ്കര സ്മൂത്ത്, ഭയങ്കര വെയിറ്റ് ലോസ് പോലെ ഫോണിന്. എന്തായാലും സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ നൈസാണ് ഫോൺ. എനിക്ക് എൻ്റെ OS ഇഷ്ടപ്പെട്ടു. അതായത് വലിയ ഇതൊന്നുമില്ല. പിന്നെ ഇതിനകത്തൊരു വേണ്ടാത്ത സാധനം ചോദിക്കും, ഈ ഒരു ബട്ടണാണ്. മൊത്തത്തിൽ 4 ബട്ടൺ വരുന്നുണ്ട്. ഇതിലെ നോട്ട് പാഡാണോ, എസെൻഷ്യൽ കീ എന്ന് പറഞ്ഞൊരു ബട്ടണാണ് ഇതിനകത്ത് ഈ സാധനം വരും. ഞെക്കുമ്പോൾ ഇങ്ങനെ ഒരു മഞ്ഞ വരും. എന്നിട്ട് ഇവരെ സേവ് ആയിരിക്കും. ഓക്കെ ഓ സ്ക്രീൻഷോട്ട് പോലോ. ഓക്കെ ഗൂഗിൾ സൈനിങ് ആണോ അത്? നത്തിങ് അക്കൗണ്ട് തന്നെ സൈൻ അപ്പ് ചെയ്യണം. OS ആടില്ല, അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഇവൻ ഓൺലൈൻ എടുത്തപ്പം കാർഡ് ഓഫർ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവന് 29,000 അടുപ്പിച്ച് പ്രൈസ് വന്നായിരുന്നു. 128 GB റാം. ഇനി ക്യാമറയാണ് നമുക്ക് അറിയുന്നത്. 2x അല്ല എൻ്റെ 2x ആണോ 3x ആണോ? 3xൻ്റെ ടെലിഫോട്ടോ ക്യാമറയാണ്. S24 വരുന്ന ടെലിഫോട്ടോ അല്ല, പെരിസ്കോപ്പ് ക്യാമറ. കണ്ടോ, കാണാൻ പറ്റും തോന്നുന്നു. നമ്മളെ വീട്ടിൽ പോകുന്ന വഴിയ ഇപ്പോഴാണ് കാർ അച്ഛൻ എടുത്തത്. ഇത്ര നേരം ഞാനാ വെച്ചോണ്ടിരുന്നത്. അല്ല, അവന് പാത്രം വെച്ച് കൊടുത്തേ, തട്ടിക്കളഞ്ഞതില്ല. പോട്ടെ. ഞാൻ തന്നോളാം. അവിടെ ഓടിയില്ല, ഞാൻ ഇപ്പഴും ഓടി. ഇപ്പൊ സ്പീക്കർ പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. സിറ്റി പറ സ്പീക്കർ പറ. നമ്മുടെ ചെറിയൊരു വ്ളോഗ് ഉദ്ദേശിച്ചൊന്നും ക്യാപ്ചറിങ് നടന്നില്ല. എന്നാലും അറ്റ്മോസ്റ്റ് നടന്നു. എന്നാലും പ്രതീക്ഷിച്ച നേരത്തെ വ്ളോഗ് റെക്കോർഡിങ് അത്ര കാര്യമായിട്ട് വ്ളോഗ് ഇപ്രാവശ്യം നടന്നില്ല. പക്ഷെ നമ്മൾ ഇനി ഫർദർ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വ്ളോഗ്. ബൈ.
അതേപോലെ നിങ്ങൾക്ക് സയൻസ് അതേപോലെ പൊളിറ്റിക്സ് പരമായ കണ്ടന്റ് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള പൊളിടെക് ഫോക്കസ് നോക്കുക. അവിടെ നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ക്വാളിറ്റിയിൽ ഞങ്ങളുടേതായ സയൻസ് അതേപോലെ കറണ്ട് സയൻസും അതേപോലെ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പുതിയ ടെക്നോളജീസും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നവരായിരിക്കും. അവരാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പം താല്പര്യമുള്ളവർ അതിന് ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കിടപ്പുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഏറ്റവും താഴെ സെക്ഷനിൽ യൂട്യൂബ് ഹോം ചാനലിൻ്റെ ഏറ്റവും താഴെ സെക്ഷനിൽ നോക്കുക. അതും പറ്റാത്തവർ ജസ്റ്റ് പൊളിടെക് ഫോക്കസിന് സബ്സ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വ്ലോഗ്. ബൈ.